ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് 2 വെറൈറ്റി ചമ്മന്തികളാണ്. നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഇരുമ്പിപ്പുളിയും ലൂബിക്ക എന്നൊക്കെ പറയും, അങ്ങനെ 2 ഐറ്റമാണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇലിമ്പിപ്പുളി വെച്ചിട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 2 ഇലിമ്പിപ്പുളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് പുളിക്ക് ആവശ്യമുള്ള ഇലിമ്പിപ്പുളി എടുക്കണം. ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി, അതിൻ്റെ കൂടെ ഒരു വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, കാന്താരി ഇല്ലാത്തവർക്ക് പച്ചമുളക് ഉപയോഗിക്കാം. ഇത് നമുക്ക് വലുതും ചെറുതായിട്ട് കുറച്ച് ഒരു 5-8 കൊച്ചുള്ളി, 2 തണ്ട് കറിവേപ്പില. ഇതിൻ്റെ കൂടെ നമുക്ക് എരിവിനാവശ്യമുള്ള മുളക് പൊടി. എരിവും പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടാം. ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ടിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇടാം. നമുക്ക് പുളി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇലിമ്പിപ്പുളി വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ചമ്മന്തി. നല്ല രുചിയുള്ള ചമ്മന്തിയാണ്. പുളി വലിയ പുളിയാണെങ്കിൽ, വിളഞ്ഞ പുളിയാണെങ്കിൽ പുളി കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ആ പുളിക്ക് അനുസരിച്ചിട്ടുള്ള, ചമ്മന്തിക്ക് എത്രത്തോളം പുളി വേണോ അതിനനുസരിച്ചിട്ടുള്ള പുളി എടുക്കുക. നമുക്കിതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു വെളുത്തുള്ളി ഇടുന്നത് നല്ലതാണ്, ഒരു വേറെ ടേസ്റ്റ് തരും. ഇനി നമുക്കിതെല്ലാം കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അരച്ചിട്ട് വരാം. നമ്മൾ നന്നായിട്ട് അരച്ചിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് വെക്കാം. നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിന് പുളിയും ഉപ്പും എരിവും എല്ലാം ഉണ്ട്. നല്ല രുചിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അടുത്തായി നമുക്ക് ലവ്ലോലിക്ക, ഇവിടെ ലവ്ലോലിക്ക എന്നാണ് പറയുന്നത്, ലൂബിക്ക എന്നും പറയും. നമുക്ക് അത് വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 10-12 കാന്താരി, അതുപോലെ തന്നെ ഒരു 7-8 കൊച്ചുള്ളി, 10 ലൂബിക്ക എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് തേങ്ങ. ലൂബിക്ക നമുക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിനകത്ത് അരിയുണ്ട്. അരി വേണ്ടാത്തവർക്ക് അരി കളഞ്ഞിട്ടെടുത്താലും മതി. നമ്മൾ ലൂബിക്ക എടുക്കുമ്പോഴും അതും നമ്മളുടെ പുളിക്ക് അനുസരിച്ച് വേണം എടുക്കാൻ. പുളിയും എരിയും ഒക്കെ നമ്മളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഒരു 10 ഇടത്തരം ലവ്ലോലിക്കയാണ് എടുത്തിരിക്കുന്നത്. അധികം വലിപ്പമൊന്നുമില്ല, ഇതുപോലെ ഈ ഒരു വലിപ്പത്തിലുള്ളതാണ്. നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുത്താൽ അരയാൻ എളുപ്പമാണ്. ലൂബിക്ക അച്ചാറൊക്കെ ഇടും, നല്ല ടേസ്റ്റാണ്. അച്ചാറിടുക, ജ്യൂസ് അടിക്കുക ഒക്കെ ചെയ്യാം. നിങ്ങൾ ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്ക്. കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമുക്ക് ഇഞ്ചി, പച്ചമുളക്, കൊച്ചുള്ളി, തേങ്ങ, ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി. നമ്മളുടെ എരിയാണ്, എരിക്ക് ആവശ്യത്തിനുള്ള
ഇതിന് ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അരച്ചിട്ട് ചമ്മന്തി എടുത്തിട്ടുണ്ട്. വേണ്ടേ, ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ലൂബിക്കയുടെ അരിയൊക്കെ അരഞ്ഞോളും, ഒന്നും ഒരു കുഴപ്പമില്ല. ഉപ്പൊക്കെ ഉണ്ട്, ഉപ്പും എരിവും പുളിയെല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഈ 2 ചമ്മന്തിയും വേണ്ടേ, നമ്മുടെ 2 ചമ്മന്തികൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഇലിമ്പിപ്പുളി ചമ്മന്തിയും ഇത് ലൂബിക്ക വെച്ചിട്ടുള്ള ചമ്മന്തി. രണ്ടും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി രണ്ടും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.